ലോകം മുഴുവനും വളരെ ആശ്വാസത്തോടെ കേട്ട ഒരു വാക്കാണ് ഇസ്രയേലിലും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ആ യുദ്ധം അവസാനിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ ജനുവരി 19 ഒരു ഗാസ വെടിനിർത്തലിൻ്റെ പ്രഖ്യാപനം വരുന്നു. അന്ന് മുതൽ ഒരു കുറച്ചു കാലത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ സമ്മതിക്കുകയും അതനുസരിച്ച് ലോകം വളരെ ആശ്വാസത്തോടെ ആ വാർത്ത കേൾക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ജനുവരി 19 ആരംഭിച്ച ഗാസ വെടിനിർത്തലിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുമോ എന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ആ അനിശ്ചിതാവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകം പോകുന്നത്. പ്രധാനമായിട്ടും അത് ട്രംപിൻ്റെ ചില നിലപാടുകൾ തന്നെയാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് തലേ ദിവസമാണ് ഇത്തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു കരാർ പറയുകയും ചെയ്യുന്നത്. അത് തന്നെ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിരുന്നോ എന്നതാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്. കാരണം നെതന്യാഹു ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ്, കടുത്ത പാലസ്തീൻ വിരോധിയാണ്, ഹമാസ് വിരോധിയാണ്. ട്രംപും അതുപോലെ തന്നെ അതേ ലെവലിൽ തന്നെ ഒരുപക്ഷെ നെഹന്യാഹുവിനെക്കാളും ഒരുപടി കടുപ്പിച്ച് നിൽക്കുന്ന ഒരു പാലസ്തീൻ ഗാസ വിരുദ്ധനാണ്, അല്ലെ ഹമാസ് വിരുദ്ധനാണ് ഈ ട്രംപും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തൽ വന്നതിന് ശേഷം ചില തന്ത്രങ്ങൾ പുറത്തെടുക്കാമെന്ന് നമ്മുടെ ട്രംപ് തീരുമാനിച്ചിരുന്നതും. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഹന്യാഹുമായിട്ട്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടൊരു നേരത്തെ തന്നെ, അതായത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ ചില ചർച്ചകളോ അന്തർധാരകളോ നടന്നു കാണും ഇവർ തമ്മിൽ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഗാസ മുൻപ് ട്രംപ് അമേരിക്ക പിടിച്ചെടുക്കുമെന്നും കയ്യേറുമെന്നും ആ പ്രദേശം അമേരിക്കയുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും ഒരു പ്രത്യേക അവിടെ ഇപ്പോൾ കുറേ തകർന്ന കെട്ടിടങ്ങളുടെ ഒരു നാടായിട്ട് മാറിയിരിക്കുന്നു. ആ തകർന്നു കിടക്കുന്നതിനെ ഇനി റീബിൽഡ് ചെയ്യാൻ, പുനഃസൃഷ്ടിക്കാൻ തങ്ങൾ വളരെ രംഗത്ത് വരും എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ അതിനെതിരെ ലോക രാജ്യങ്ങൾ പലയിടത്തു നിന്നും പ്രതിഷേധം വന്നിട്ടുണ്ട്. അമേരിക്ക എങ്ങനെ അവിടെ ഉള്ളവരെ എങ്ങനെ മാറ്റിപ്പാർപ്പിക്കാനൊക്കെ, അവിടെ ജനിച്ചവരെ, അവിടെ വളർന്നവരെ, അവർ യുദ്ധം വന്നപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയെങ്കിലും അവർക്ക് അവരുടെ മണ്ണ് തിരിച്ച് കിട്ടുമ്പോൾ അത് അവരുടെ ഒരു ആത്മബന്ധമാണ് ആ മണ്ണുമായിട്ടുള്ളത്, മണ്ണുമായിട്ടുള്ളത്. അവിടെ നിർബന്ധിച്ച് അവരെ എങ്ങോട്ട് കൊണ്ടുപോകും, ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ കൊണ്ടുപോകുമെന്ന് അമേരിക്ക പറയുന്നു. പക്ഷേ അവരാരും ട്രംപ് പറഞ്ഞതനുസരിച്ച് അവരത് ഏറ്റെടുക്കുമെന്ന് ഇതുവരെ ഉറപ്പ് കൊടുത്തിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും അതാത് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരാണ് ഈ ട്രംപിൻ്റെ ഈ തന്ത്രം എത്രമാത്രം വിജയിക്കുമെന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ട്രംപ് ഈ ഗാസ വിഷയത്തിൽ വളരെ ഉറച്ച നിലപാടിലാണ്. അദ്ദേഹത്തിന് കൃത്യമായ ചില കണക്കൂട്ടുകളിലുണ്ട്. വളരെ തന്ത്രശാലിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഭീമനും കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു റീബിൽഡ് വരുമ്പോൾ, ഈ ഗാസയിൽ റീബിൽഡ് വന്ന് അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി, ലോക ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഐഡിയ ഒരുപക്ഷെ ട്രംപിനുണ്ടാവും. ട്രംപ് ഞാൻ തന്നെ പറഞ്ഞ ഒരു പ്രധാന അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് തന്ത്രജ്ഞനും കൂടി ആയതുകൊണ്ട് അവിടെ എങ്ങനെയൊക്കെ റീബിൽഡ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതിൽ കൂടി അറബ് രാജ്യങ്ങളുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റും, അവരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ലോകത്തിൽ അമേരിക്കയുടെ സ്ഥാനം എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ട്രംപ് വളരെ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഗാസയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗാസയിലുള്ള അല്ലെങ്കിൽ ഹമാസിന്റെ കയ്യിലുള്ള സർവ്വബന്ദികളെയും, അതായത് ഇസ്രയേലിലെ ഭാഗത്തു നിന്നും ഇസ്രയേലുകാരായ ബന്ദികളെ അവിടെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവനും വിട്ടയച്ചിരിക്കണം. ഇപ്പോൾ ട്രംപിൻ്റെ അന്ത്യശാസനം വന്നിരിക്കുകയാണ്. ഈ ശനിയാഴ്ച വരെ സമയപരിധി ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയപരിധി കഴിയുന്നത് വരെ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ അവിടെയുള്ള സർവ്വ ഇസ്രയേൽ തടവുകാരെയും പാലസ്തീനും ഹമാസും വിട്ടയച്ചിരിക്കണം. വിട്ടയച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് വല്ലാത്ത ഭവിഷ്യത്തിലാക്കും. ആക്രമണം വീണ്ടും തുടങ്ങുമെന്നും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും വലിയൊരു
വലിയൊരു ചർച്ചയാകുന്നു, വലിയൊരു വിഷയമാകുകയാണ്. അതായത് ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഈ ഹമാസ് അവരുടെ അധീനതയിലുള്ള ഈ ഇസ്രയേൽ പൗരന്മാരെ മുഴുവനും വിട്ടയച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കും, വെടിനിർത്തൽ അവസാനിപ്പിക്കും, വീണ്ടും യുദ്ധമുണ്ടാകും, അത് വലിയൊരു വിപത്തായി മാറും എന്ന് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതോടെയാണ് മധ്യപൂർവ്വദേശ വിഷയത്തിൽ US പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് അവര് ബന്ദികളെ വിട്ടയക്കില്ല എന്ന തരത്തിലുള്ള നിലപാടെടുത്തത് ഭയാനകമാണ്. ഇത് വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെ എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇസ്രയേൽ എന്ത് തീരുമാനിച്ചോട്ടെ, ഞങ്ങൾ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞാൽ ഇവരെ മുഴുവനും പറഞ്ഞു വിട്ടില്ല എങ്കിൽ, മോചിപ്പിച്ചില്ല എങ്കിൽ വരാൻ പോകുന്നത് ചെറിയ കളിയൊന്നും ആയിരിക്കില്ല എന്ന, ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം, നമുക്ക് അവരെയെല്ലാം തിരികെ വേണം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഇസ്രയേലിന് വേണ്ടത് അവർ ചെയ്യട്ടെ, എനിക്കതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ അമേരിക്കയുടെ വിഷയം പറയുന്നു, അമേരിക്ക പ്രസിഡന്റ് എന്നുള്ള വിഷയം പറയുന്നു. എൻ്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവർ ഇവിടെ ഇല്ലെങ്കിൽ, അതായത് ഈ ഇസ്രയേൽ പൗരന്മാർ, ബന്ദികളാക്കപ്പെട്ട പൗരന്മാർ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. ഇത് ട്രംപിൻ്റെ വാക്കുകൾ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് നടപ്പിലാക്കിയതാണ്. ലോകരാജ്യങ്ങളിൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നു, തൻ്റെ പാർട്ടിയിൽപ്പെട്ടവരായ ചില നേതാക്കൾ പോലും അതിനെക്കുറിച്ച് എതിരഭിപ്രായം പറയുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ അതിലേക്ക് അവഗണിച്ചുകൊണ്ടാണ് ട്രംപ് തൻ്റെ ഉറച്ച നിലപാടുകൾ, അമേരിക്കൻകാരൻ എന്ന ആ അടിസ്ഥാനപരമായ നിലനിൽപ്പിൽ അതിൽ കാലൂന്നിക്കൊണ്ട് ട്രംപ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ രഹസ്യമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്നും ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട്. ഭീഷണിക്ക് പിന്നിലെ വസ്തുക്കൾ എന്താണെന്ന് ട്രംപ് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസ് അറിയാമെന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ശനിയാഴ്ച ലാസ്റ്റ് ഡേറ്റ് കൊടുത്തത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഹമാസിന് അത് മനസ്സിലായി കാണും, അവർക്കറിയാം എന്നാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തലിന് ശേഷം US സേനയുടെ സാധ്യത തള്ളിക്കളയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്തും സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അത് സ്വന്തമാക്കുമെന്നാണ് പറഞ്ഞത്, അത് പിടിച്ചെടുത്ത് കയ്യിലാക്കുമെന്നല്ല പറയുന്നത്, അത് വാങ്ങി സ്വന്തമാക്കും എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നത് ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഒരു മനസ്സും ആ ഒരു ദൃഢനിശ്ചയവുമാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അവിടെ ഉയർന്നു നിൽക്കുന്നത് ഈ ഗാസ വാങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്ത് അധികാരത്തിലാണ് US ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ലോകം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇയാൾ പറഞ്ഞതുകൊണ്ട്, ട്രംപ് പറഞ്ഞുകൊണ്ട് തന്നെ നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല. എന്തായാലും ഗാസ ഇടിച്ചു നിരത്തിയ ഒരിടമാണ്, അവശേഷിക്കുന്നതും പൂർണ്ണമായി നിരത്തും. ഇനി കുറച്ചൊക്കെ ചില കെട്ടിടങ്ങൾ അവശേഷിക്കുന്നത് പൊട്ടും പൊടിയോ കാണും, അതൊന്നും അവിടെ ഇനി വച്ചിരിക്കില്ല, അതെല്ലാം ഇടിച്ചു നിരത്തുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അവിടെ ഇനി ഹമാസ് അടക്കം ആരും ഉണ്ടാവില്ല. ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്, US അത് സ്വന്തമാക്കും. അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനോഹരമായി പുനർനിർമ്മിക്കും എന്ന് ട്രംപ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗാസ മുനമ്പിന്റെ ഭാഗങ്ങൾ മനോഹരമായി പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വദേശത്തെ മറ്റ് സമ്പന്ന രാജ്യങ്ങളെ US അനുവദിക്കും. എന്നാൽ ഹമാസിന്റെ മടങ്ങി വരവ് അനുവദിക്കില്ല. എന്നാൽ ഇവിടെ ഇനി നമ്മൾ ട്രംപ് പറയുന്നത് ഗാസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന പാലസ്തീനുകാരെ ഉണ്ട്, അവരെ ഒഴിപ്പിക്കണമെന്നുള്ള വാദം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കുറച്ച് പാലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് അദ്ദേഹം പക്ഷേ അത് അദ്ദേഹം വെറുതെ പറയുന്നതാണ്. അമേരിക്ക എന്തായാലും പാലസ്തീൻകാരെ കൊണ്ടുവന്ന് അമേരിക്കയിൽ പാർപ്പിക്കാൻ ട്രംപ് തയ്യാറാകാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ചുപേരെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സാധ്യതയില്ല. അത് മറ്റു രാജ്യങ്ങളെ, ഈജിപ്തിനെയും ജോർദാനെയൊക്കെ ഒന്ന് പ്രകോപിപ്പിക്കാനും അവരെ ഒന്ന് സമ്മതിപ്പിക്കാനും വേണ്ടി പറയുന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത്. എന്തായാലും ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ജോർദാൻ രാജാവുമായിട്ട് ട്രംപിൻ്റെ ഒരു
ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലും അദ്ദേഹം ഗാസ വാങ്ങും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. കാണാം നമുക്ക് പിന്നെ ഈ ഗാസ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സൗദി അറേബ്യ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, ട്രംപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രമാണ്. പക്ഷേ ഗാസ വിഷയത്തിൽ സൗദി അറേബ്യയും ട്രംപിൻ്റെ ഒപ്പം ഇപ്പോൾ ഇല്ല. അത് എങ്ങനെ പിന്നെ ഈ സൗദി അറേബ്യയുടെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ട്രംപ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തായാലും ഗാസ വിഷയം മറ്റൊരു സമാധാനക്കേടിൻ്റെ, അതായത് ഗാസയിലേക്ക് അമേരിക്ക പിന്നെ അത് വാങ്ങും, കൈക്കലാക്കും, അവിടെ വലിയ റീബിൽഡ് ചെയ്ത് വലിയൊരു സ്ഥലമാക്കി മാറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി വരാൻ പോകുന്ന ലോകത്തിൽ അത് പുതിയ ഒരു എന്തു പറയാം ഒരു വിഷയമായിട്ട് അത് മാറുമോ? കാത്തിരിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.